1971 ജൂൺ 30 സോവിയറ്റ് സ്പേസ് സ്റ്റേഷനായ സല്യൂട്ട് 1-ൽ നിന്നും സോയുസ് 11 അൺഡോക്ക് ചെയ്യുന്നതിനിടെ ക്യാബിൻ വെന്റിലുണ്ടായിരുന്ന ഒരു ഡിഫക്റ്റീവ് വാൽവ് ഓപ്പൺ ആവുകയും ഡീകംപ്രഷൻ മൂലം ക്യാപ്സ്യൂളിലുണ്ടായിരുന്ന 3 ക്രൂ മെമ്പേഴ്സും ബഹിരാകാശത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ബഹിരാകാശ യാത്രയ്ക്കിടെ 19ഓളം ആസ്ട്രോനട്സ് മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയുമോ? 1967 ഏപ്രിൽ 24 ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുന്നതിനിടെ പാരച്യൂട്ട് പ്രോപ്പറായി നിവരാഞ്ഞതിനാൽ സോയുസ് 1 ക്യാപ്സ്യൂൾ ഹൈ വെലോസിറ്റിയിൽ ഭൂമിയിൽ പതിക്കുകയും അതിലുണ്ടായിരുന്ന ക്രൂ മരണപ്പെടുകയും ചെയ്തു. അതേ വർഷം നവംബർ 15 സ്പേസ് പ്ലെയിനായ X-15 കൺട്രോൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് മരണപ്പെട്ടു. 1986 ജനുവരി 28 ചലഞ്ചർ സ്പേസ് ഷട്ടിൽ ലിഫ്റ്റ് ഓഫ് ചെയ്ത് 74th സെക്കൻഡിൽ ലോഞ്ച് ബൂസ്റ്റർ ഫെയിലിയർ കാരണം എക്സ്പ്ലോഡ് ആവുകയും 7 ക്രൂ മെമ്പേഴ്സ് മരണപ്പെടുകയും ചെയ്തു. പിന്നീട് 2003 ഫെബ്രുവരി 1 റീ എൻട്രിക്കിടെ കൊളംബിയ സ്പേസ് ഷട്ടിൽ TPS ഡാമേജിനെ തുടർന്ന് 65 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ പൂർണ്ണമായി തകരുകയും 7 ക്രൂ മെമ്പേഴ്സ് മരണപ്പെടുകയുമാണ് ഉണ്ടായത്. ഇതിന് പുറമെ 11ഓളം ആസ്ട്രോനട്സ് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റ് ഫ്ലൈറ്റിനിടയിൽ മരണപ്പെട്ടിട്ടുണ്ട്. 2026 വരെ 188-ലധികം ആളുകളാണ് സ്പേസ് ഫ്ലൈറ്റ് റിലേറ്റഡ് ഇൻസിഡൻസിൽ മരണപ്പെട്ടിട്ടുള്ളത്.